നമസ്കാരം, എഞ്ചിനീയർ സോണിയാണേ. നമ്മൾ അങ്ങാടിപ്പുറത്തെ ഈ ബ്ലോക്കിന്റെ ഒരു പരിഹാരം ഒരു 15 മിനിറ്റ് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതെങ്ങനെയാണ് ആ 15 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു ലളിതമായിട്ടൊന്ന് പറയാൻ ശ്രമിക്കുകയാണ്. നമ്മളിത് അങ്ങാടിപ്പുറത്തിന്റെ ഒരു പ്ലാൻ ആയിട്ട് വരച്ചിരിക്കുകയാണ്. ഇത് അങ്ങാടിപ്പുറം മേലെ തളിയ ജംഗ്ഷന്റെ ആ ഭാഗം, ഇത് അമ്പലത്തിന്റെ വഴി, ഇത് പരിയാപുരം റോഡ്, ഇത് നമ്മുടെ മേൽപ്പാലം, ഇത് മേൽപ്പാലം കഴിഞ്ഞ സ്ഥലം. 5 മിനിറ്റ് നേരത്തേക്ക് പെരിന്തൽമണ്ണയിൽ നിന്നുള്ള വണ്ടികൾ കോഴിക്കോട്ടേക്കും, കോഴിക്കോട് നിന്നുള്ള വണ്ടികൾ പെരിന്തൽമണ്ണ ഭാഗത്തേക്കും, വളാഞ്ചേരി റോഡും ഒക്കെ പാസ് ചെയ്യുന്നു. ആദ്യം നമുക്ക് വേണ്ടത് ഈ രണ്ട് വശത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടികളെ നമുക്കൊന്ന് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ എല്ലാ റോഡുകളും ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു. ഒരു 2-2.5 മിനിറ്റ് നേരത്തേക്ക് ബ്ലോക്ക് ചെയ്താൽ ഈ സ്ഥലം കംപ്ലീറ്റ് ഫ്രീ ആവും. 2.5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെ നിന്നുള്ള ലാസ്റ്റ് വണ്ടി പെരിന്തൽമണ്ണ ഭാഗത്ത് എത്തുകയും പെരിന്തൽമണ്ണയിലുള്ള എല്ലാ വണ്ടികളും വൺ വേ ആയിട്ട് ഒരു 40-45 കിലോമീറ്ററിൽ മേൽപ്പാലത്ത് കൂടെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് വരും. ആ സമയത്ത് ബാക്കിയുള്ള വഴിയിലെയും എല്ലാം നേരെ അങ്ങാടിപ്പുറം ഭാഗത്തേക്ക് വരുന്നതായിരിക്കും. 7.5 മിനിറ്റ് ആവുന്ന സമയത്ത് പെരിന്തൽമണ്ണയിലുള്ള കംപ്ലീറ്റ് വണ്ടി 5 മിനിറ്റോളം സഞ്ചരിച്ച് ഫുള്ള് വണ്ടി ഇങ്ങോട്ട് പാസ് ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ ലാസ്റ്റ് വണ്ടി നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു 2.5 മിനിറ്റിനുള്ളിൽ ആ വണ്ടികൾ നേരെ മാക്സിമം പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ എത്തും. 10 മിനിറ്റ് സമയമാവുന്ന സമയത്ത് അങ്ങാടിപ്പുറം ജംഗ്ഷനിൽ നമ്മുടെ ലാസ്റ്റ് വണ്ടി എത്തി. ഇവിടുന്ന് അങ്ങാടിപ്പുറത്തു നിന്ന് വണ്ടികൾ എല്ലാ വഴിയിൽ കൂടിയും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് സഞ്ചരിക്കും. ആ സമയത്ത് എല്ലാ വണ്ടികളും കിഴക്കോട്ട് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് നല്ല സ്പീഡിൽ എല്ലാ വഴിയിൽ നിന്നും എല്ലാ വണ്ടികളും അങ്ങോട്ട് പാസ് ചെയ്യുന്നു. 15 മിനിറ്റ് നേരമാകുമ്പോൾ എൻ്റെ ലാസ്റ്റ് വണ്ടി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു 2.5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഭാഗത്തേക്ക് കംപ്ലീറ്റ് വണ്ടിയും പാസ് ചെയ്യും. ഈ സമയത്ത് നമ്മളുടെ ബ്ലോക്ക് ഒരു 1-1.5 കിലോമീറ്റർ വരെ നീണ്ടു നിന്നാലും മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ നിന്നും മാറിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം, ഇനി ഒന്നും പറ്റിയില്ല മൂന്നാമത്തെ ഒരു പ്രാവശ്യം 15 മിനിറ്റ് കൊണ്ട് എടുത്താൽ 45 മിനിറ്റ് ആകുമ്പോൾ പൂർണ്ണമായിട്ട് ഇത് മാറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ബ്ലോക്ക് ഉണ്ടാവുന്നതിന്റെ മെയിൻ കാരണങ്ങൾ ഒന്ന് ക്രോസിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകളും, രണ്ടാമത് വരുന്നത് നമ്മളുടെ മേൽപ്പാലത്തിലോട്ട് ബാക്കി വണ്ടികൾ, ഈ വലിയ ലോറി വണ്ടികളൊക്കെ കയറുമ്പോൾ അത് 3 കിലോമീറ്റർ 4 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വണ്ടികളുടെ ബാക്കിൽ ഇങ്ങനെ ലൈനായി പോകുന്നതാണ്. ഈ രണ്ട് പ്രശ്നത്തിന് ഇതിനകത്ത് പരിഹാരമാണ്. ക്രോസ് ചെയ്യുന്ന പ്രശ്നമില്ല, ബാക്കിൽ നിന്ന് ബ്ലോക്ക് ആവുന്ന പ്രശ്നവും ഇവിടെ വരുന്നില്ല. 15 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്താൽ നമ്മൾക്ക് അതിനെപ്പറ്റി ഞങ്ങൾ തിരുത്താൻ കഴിയും. എന്താണെന്നുള്ളത് തിരുത്താൻ പറ്റും. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളിന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണ്. അടുത്ത എന്തെങ്കിലും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാനും ഞങ്ങൾക്ക് അതൊരു പ്രോത്സാഹനമാകും. ഇത്രയും നേരവും ഞങ്ങളുടെ ഈ കാര്യങ്ങൾ കേട്ടുനിന്ന എല്ലാവർക്കും നന്ദി. അതോടൊപ്പം എല്ലാവർക്കും സന്തോഷവും സമാധാനവും സുഖവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.